ഞാൻ ഇന്നലെ നമ്മുടെ മീഡിയ വണ്ണിനകത്തൊരു വാർത്ത കണ്ടായിരുന്നു. സംസ്ഥാനത്ത് യുവാക്കളിൽ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി പഠനം. സ്വവർഗരതിയുമായി ബന്ധപ്പെട്ടുള്ള HIV കേസുകളിൽ ആശങ്കാജനകമായ വർധനവ്. ഇത് മീഡിയ വണ്ണിനകത്ത് വന്നൊരു ഒരു വാർത്തയായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ ചെയ്തിട്ടുള്ളൊരു വീഡിയോയുടെ താഴെ അരുൺ കേരള KM എന്ന് പറയുന്ന ഈ കാണുന്ന ഒരു മഹാൻ അരുൺ കേരള എന്ന് പറയുന്ന ഇവൻ എനിക്കിട്ടിരിക്കുന്ന ഒരു കമൻ്റാണ്. പ്രതീഷ്, നിന്റെ വീട്ടിൽ വന്നോ സുഡാപ്പി, നിനക്ക് ഹിന്ദുക്കളുടെ കാര്യത്തിൽ എന്താ പ്രശ്നം? ശരിക്കും ഞാൻ ഇതിനകത്ത് ഹിന്ദുക്കളുടെ കാര്യം എന്താ പറഞ്ഞത്? അതായത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ അട്ടിപ്പറാവകാശം ഏറി നടക്കുന്ന ഈ പ്രതീഷ് വിശ്വനാഥിനെ പോലുള്ള അല്ലെങ്കിൽ ശശികലയെ പോലുള്ള ഇങ്ങനെ കുറേ ആളുകളുണ്ടല്ലോ, ഇവരാണല്ലോ ഹിന്ദുക്കളുടെ അട്ടിപ്പറാവകാശം ഏറ്റി നടക്കുന്നത്. എന്നാൽ ഇവരാരെങ്കിലും ഈ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നില്ല. അത് ഇവിടുത്തെ നല്ല ഹൈന്ദവ സഹോദരങ്ങൾക്ക് നന്നായിട്ടറിയാം. അപ്പം ആ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ചാണക ബൈജു ഉണ്ടോ, സോറി അപ്പി ബൈജു ഈ സംഘടനാ നേതാക്കന്മാർ കാണിക്കുന്നതൊക്കെ ഫ്രോഡാണ്, ഇവർ ചെയ്യുന്നതൊക്കെ തെണ്ടിത്തരമാണ്, ഇവർ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്തിട്ടപ്പോഴാണ് ഈ സംഘിമിത്രം നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ മീഡിയ വൺ ഇട്ടിരുന്ന ആ ഒരു വാർത്തയിൽ ആ വാർത്ത എഡിറ്റ് ചെയ്തിട്ട് ഇത് ഇങ്ങനൊരു സംഭവം ഇട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉസ്താദുമാരിൽ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതായി പഠനം. അപ്പോൾ ഇവൻ എത്രത്തോളം ഇവൻ്റെ മനസ്സിൽ ആ ഒരു സമുദായത്തോട് അന്ധമായിട്ടുള്ള വിരോധമുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കാണുക. കാരണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന രണ്ട് പോസ്റ്റും, അത് മീഡിയ വണ്ണിൻ്റെ ആദ്യത്തെ പോസ്റ്റ്, ഇത് ഇവൻ ആ പോസ്റ്റിൽ നിന്ന് അവൻ ചില വാക്കുകൾ അതിൽ നിന്നും തുടച്ചു നീക്കിയിട്ട് പകരം അവിടെ ഉസ്താദ് എന്നുള്ളത് കുത്തിത്തിരികി. ഇതുപോലത്തെ ചാണക ചെറ്റകൾ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശവും ഏറിക്കൊണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇട്ടാൽ അതിനൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അടിച്ചതിൻ്റെയൊക്കെ അണ്ണാക്കി തരും. ഇനി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ടൊരു വീഡിയോ ഒന്ന് കാണിക്കാം. ഈ വീഡിയോയുടെ അവസാന ഭാഗം നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. മതം വിട്ട പെണ്ണ്, അതായത് ഇസ്ലാം മതത്തിൽ ഈക്വാലിറ്റി ഇല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നാണ് നമ്മുടെ ഈ മതം വിട്ട താത്ത പറയുന്നത്. അപ്പം ഇവർക്ക് കൊച്ചിലേക്ക് എന്തോ ഭയങ്കര പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാളാണെന്നാണ് പറയുന്നത്. ഭയങ്കര ത്യാഗിയാണ് കേട്ടോ. അപ്പോൾ ഇവർ മതം വിടാനായിട്ടുള്ള കാരണം എന്താണെന്നുള്ളത് ഇവർ തന്നെ പറഞ്ഞു തരും. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു മതം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 30 കോടിക്ക് മുകളിലാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ ഒരു എണ്ണം. അതായത് ലോകത്തെ രണ്ടാമത്തെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പല സ്ഥലത്തും ഉണ്ടാകുന്നു. ചില വൃത്തികെട്ടവന്മാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. അതെല്ലാം ഈ ഒറ്റപ്പെട്ട സംഭവം. പക്ഷെ അതൊക്കെ ഒരു മതത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഈ ഹാർപ്പിക് വേട്ടാവളിയനെ പോലുള്ള ചില പരമ ഊളകളുടെ പിൻഗാമികളും അനുയായികളുമാണ് ഇവരൊക്കെ. ഇവൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൊണയടിക്കുന്നത്. ആക്ച്വലി ഞാനൊരു സംഖ്യ ആയി കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷമായി. ഈ സംഖ്യ ആയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഉള്ള വരുന്ന ഒരു ആക്രമണങ്ങൾ, ലൈക്ക് പീഡന കഥകൾ, നമ്മുടെ താലിബാൻ അഫ്ഗാനിസ്ഥാനിലുള്ള നടന്നിട്ടുള്ള ഒരിക്കലും ഒരു മനുഷ്യനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നടന്നിട്ടുള്ള കുറെ ക്രൂരതകളുണ്ട്. അതും സ്ത്രീകൾക്കെതിരെ, അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതിരോധിച്ച് അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് അന്ന് മുതൽ തന്നെ ഞാൻ സംഖ്യയാവും. അപ്പോൾ ഇതിൽ സംഖ്യയിൽ കുറെ വെറൈറ്റീസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒന്ന് കൃസംഖി, ശാഖാസംഖി, മൂന്നാമത്തത് എസംഖി, എസൻസിലെ സംഖ്യകൾ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ എസംഖി ഗ്യാങ്ങിലുള്ള ആളുകളാണ്. അപ്പോൾ ഇത് എസംഖി എന്നുള്ള കാര്യം ഞാൻ റീസെന്റ് ഇപ്പോൾ 1 വീക്കായി ഈ എസംഖി എന്നുള്ള ഒരു വേർഡ് കേൾക്കുന്നു. ഒരു പീഡനം നടന്നു. അതിന് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് കമന്റ് ഇട്ടതായിരുന്നു. അതിന് താഴെയാണ് ഒരു വിശ്വാസം എന്ന് കമന്റ് ഇട്ടത്. ഷൂനക്കി എസംഖി എന്നായിരുന്നു, എത്തിയോ ഷൂനക്കി എസംഖി. ഇപ്പോൾ ഷാഗയിൽ നിന്ന് കാശിയിട്ടാണ് നമ്മളൊക്കെ മതം വിടുന്നത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഞാൻ മതം വിട്ടത് പേഴ്സണലി അതൊന്നുമല്ല. എനിക്ക് ഉണ്ടായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ മതം വിട്ടിട്ടുള്ളത്. കുറെ ചോദ്യങ്ങൾ, അതായത് ഒരു ഈക്വാലിറ്റി ഇല്ലായ്മ, അതുപോലെ ഇപ്പൊ ലീഗലി ഒരു ഡിവോഴ്സിന് പോകുന്ന സമയത്ത് ഒരു ഡിവോഴ്സിന് ഇപ്പൊ ഇന്ത്യ ഡിവോഴ്സ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് കോടതി പറയാണ്, ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത് ഒരു ആസ് പെർ ഇന്ത്യൻ ലോ നമുക്ക് ഒരു ഭാര്യയിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്, അത് ലീഗലി ചെയ്യാൻ പാടില്ല, അത് അറസ്റ്റ് ചെയ്യപ്പെടും എന്നായിരുന്നു ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. ആ സമയത്തൊക്കെ ഞാനൊരു വിശ്വാസിയായിരുന്നു. ഈ വിശ്വാസം കൊണ്ട് ഞാൻ കോടതി കയറിയ സമയത്താണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു നിയമം ഉണ്ട്. ഇത് ആർക്കൊക്കെ ബാധകമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻസിന് ബാധകമാണ്, അതല്ലാതെ ഹിന്ദുക്കൾക്ക് ബാധകമാണ്. ഇന്ന് ഈ നിയമം ഇസ്ലാമിന് ബാധകമല്ല. ഷാജിദ താത്ത മതം വിട്ട പെണ്ണാണ് കേട്ടോ. അപ്പോൾ താത്ത പറഞ്ഞ കേട്ടല്ലോ, ഡിവോഴ്സാണ്. അപ്പം താത്താക്ക് ഇസ്ലാം പറഞ്ഞ രീതിയിലൊന്നും ജീവിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇങ്ങനെ കൂത്താടി കുതിച്ച് ഒക്കെ ഇങ്ങനെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് താത്ത അങ്ങ് ഇസ്ലാം വിട്ടു. ചെന്ന് പെട്ടതോ ഹാർപ്പിക് എന്ന വേട്ടാവളിയൻ്റെ മടയിൽ. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, പിന്നെ വരുന്നത് മൊത്തം വിരുദ്ധത തന്നെ ആയിരിക്കുമല്ലോ.
എടാ നീയൊക്കെ മതം വിട്ടെങ്കിൽ നീയൊക്കെ നിന്റെ ഒരു പോക്കിനും പൊക്കോ, ഇതൊക്കെ ആര് ചോദിക്കുന്നു? പക്ഷെ വന്നിരുന്നോണ്ട് ഇങ്ങനെ കൊണയടിക്കുമ്പോഴത്തേക്ക് നമ്മളിതിന് മറുപടി പറയാതെ പോത്തില്ല കേട്ടോ. കേട്ടോ, കാരണം ഇസ്ലാമിൽ ഡിവോഴ്സ് ചെയ്യാതെ തന്നെ 4 വരെ വിവാഹങ്ങൾ പോസിബിൾ ആണ്. ഇത്രയും ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോഴും ഇത്തരം കാടത്തം ആയിട്ടുള്ള നിയമങ്ങൾ ഇന്നും ഇസ്ലാമിന്റെ പേരിൽ നടക്കപ്പെടുന്നു. ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അപ്പൊ ഈ ഒരു സംഭവം മാറാതെ നമുക്കൊരു ഈക്വാലിറ്റി കിട്ടുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. ഇതിന്റെ പുറകിൽ ഇന്ത്യ ഡിവോഴ്സിന്റെ കേസിന്റെ പുറകിൽ ഞാൻ 3 years നടന്നു. എക്സ്പാർട്ടി ഡിവോഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ബിക്കോസ് അപ്പുറത്തുള്ള ആള് ഹാജരായിരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ചാല്, എന്നെ ഈ മതം പറയുന്ന നോർമലി ഭാര്യയുടെ സമ്മതം ഉണ്ടെങ്കിലേ അടുത്ത് കെട്ടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കെട്ടാൻ പറ്റില്ല എന്നൊക്കെ. അപ്പൊ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഇയാൾ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സമ്മതം ഇല്ല, അങ്ങനെ ഒരു സമ്മതമില്ല. ഇതൊക്കെ ഇങ്ങനെ ഇസ്ലാമിൽ ഈ സ്ത്രീകളെ അങ്ങനെ പറ്റിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവരെ നിലനിർത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യ ആവശ്യത്തിന് വേണ്ടി അവരിൽ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ ഒരു സംഭവം അതങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരാം. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ കുറേ എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ട്, ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ട്. ഈ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക് രാഷ്ട്രമാക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ഇസ്ലാമിക് രാജ്യമാകുമ്പോൾ എന്താ സംഭവിക്കാം? ഇപ്പോൾ നമ്മൾ ഒരു വിവരാവകാശ നിയമപ്രകാരം ഓരോ സ്റ്റേഷനിലും, നമ്മുടെ ഇപ്പോൾ പാലക്കാടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്, പാലക്കാട് ജില്ലയിലുള്ള ഓരോ സ്റ്റേഷനിലും നമ്മളൊരു അപേക്ഷ കൊടുക്കുകയാണ്. അപേക്ഷ ഇങ്ങനെയാണ്: ഈ പീഡന കേസുകളിൽ അകത്തായിട്ടുള്ള, ഈ പോക്സോ, നമ്മൾ വേറെ ഒരു പീഡനം കൊടുക്കേണ്ട, പോക്സോ കേസുകളിൽ അകത്തായിട്ടുള്ള അല്ലെങ്കിൽ ലഹരി കേസുകളിൽ അകത്തായിട്ടുള്ള ആളുകളുടെ പേര്, അവരുടെ അഡ്രസ്സോ വട്ടവർ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഇവരുടെ പേര് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നു നമ്മുടെ ആൾക്കാർ തന്നെയാണ്. നമ്മുടെ ആളുകളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ലിസ്റ്റിൽ വരുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്ത്, അതായത് ഇന്ത്യയിൽ പോക്സോ എന്നൊരു ആക്ട്, അല്ലെങ്കിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം ഇതെല്ലാം തന്നെ നിയമവിരുദ്ധമാണ്. എന്നാൽ ഇത് ഇസ്ലാമിൽ അത് വിരുദ്ധമല്ല. ഇത് ഇസ്ലാം ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്ലാം അനുവദിക്കുന്നത് വേറൊരു കോൺടെക്സ്റ്റ് ആണ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് വിവാഹം കഴിക്കാം. അത് കുട്ടിയുടെ, ഇതിപ്പോ 50-60 വയസ്സുള്ള ഒരാളാണ്. മുത്തിന്റെ കാര്യം തന്നെ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ മുത്തിന് 50-55 വയസ്സുണ്ട്. മുത്ത് കെട്ടിയ പെണ്ണിന് 6 വയസ്സായി. ആ മുത്തിന് ഇവിടെ ദത്തെടുക്കാം. ഈ ദത്തെടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചുകൊണ്ട് ഈ മുത്തൊരു പോക്സോ ആണ്, മുത്തൊരു പോക്സോ കുറ്റവാളിയാണ്. അപ്പൊ ഈ ആൾക്ക് മൈൻഡിൽ തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവരെ നമുക്ക് ഭോഗിക്കണം, അങ്ങ് ശിശുപോക്കം നടത്തണം, ഈ ഒരു കാര്യം ഉണ്ടാക്കണം. അതിന് ദത്തെടുത്താൽ നടക്കില്ല. സോ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ദത്ത് അങ്ങ് നിരോധിച്ചു. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ദത്ത് അങ്ങ് നിരോധിച്ചു. ദത്ത് നിരോധിച്ച് ഈ വക കുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം അവിടെ പോസിബിൾ ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവർ പറയുന്നു 6 കല്യാണം കഴിച്ചു, 9 പേര് നമ്മുടെ ആള് വെയിറ്റ് ചെയ്തില്ലേ എന്നൊക്കെ. 9 ആണെങ്കിലും പോക്സോ തന്നെയാണ്. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇത് നോക്കാൻ പറ്റും, ഈ ഒരു മതത്തെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ നമ്മുടെ ഫ്യൂച്ചർ പ്രിഡിക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഈ ഒരു കാര്യം നമുക്ക് എടുക്കാൻ പറ്റും, ഈ ഒരു നിയമം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഒരു മതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ ആളുകൾ മതം വിട്ടിട്ടുള്ളതും ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷമാണ്. ഇത് മാത്രമല്ല, മുത്തിന്റെ കുറച്ചധികം കഥകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റേജ് ഫുൾ ചെയ്ത് ചിരിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. മരുമോള്, അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല. ആര് കിട്ടിയാലും അവിടെ ഓക്കെയാണ്. റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സ്ത്രീ, ഇവരെ കാണുമ്പോൾ നമുക്ക് ഇതാവുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ മതം പെടുന്ന സമയത്ത് ഞാൻ ആരിഫിന്റെ വീഡിയോസ് ആണ് കണ്ടിരുന്നത്. ആരിഫ് എന്റെ ഒരു മെന്ററും കൂടി. കണ്ടല്ലോ, ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ ആരുടെ വീഡിയോ കണ്ടിട്ടാണ് താത്ത ഇങ്ങനെ ഇൻസ്പയർ ആയെന്നുള്ളത്. അവൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പാടെ വന്നിരുന്നുണ്ട് കക്കിയിരിക്കുകയാണ് ഇപ്പം ഈ ഒരു സ്റ്റേജിൽ. സത്യം പറഞ്ഞാൽ നിനക്കൊന്നും വേറെ ഒരു പണിയില്ലേ? അല്ല, എനിക്ക് മനസ്സിലാകട്ടെ ചോദിക്കുകയാണ്. ഇനി ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കോടിക്കണക്കിന് വരുന്ന ഈ മതത്തിൽ അടിയുറച്ച് ഇപ്പോഴും വിശ്വസിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. നിന്നെപ്പോലെ 1-2 വേട്ടാവളിയെത്തിമാർ ഈ ഇവനെപ്പോലുള്ള പിഴച്ച സന്തതികളുടെ വാക്കും കേട്ടിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് കൊണയടിക്കുമ്പോൾ ഞാൻ നിന്നോട് ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. നീ എന്താ പറയുക, ഈ നാസ്തികനാണല്ലോ. അപ്പം നാസ്തികയാകുമ്പോഴത്തേക്ക് എല്ലാത്തിനെയും കുറിച്ച് പഠിക്കണം, എല്ലാ മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ശൈശവ വിവാഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള മതം ഏതാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നീ മിണ്ടിയാണല്ലോ, നിന്റെ അണ്ണാക്കിൽ അടിച്ച് കയറ്റിത്തരും. ഇവിടുത്തെ നിനക്ക് വായിലേക്ക് തള്ളിത്തരുന്നില്ലേ ആ വിഭാഗം. അതുകൊണ്ട് കൂടുതൽ വന്നിരുന്നുണ്ട് കൊണയടിക്കാതെ പോയി ഇപ്പം കെട്ടിയവൻ്റെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ നോക്കും. ഒരുത്തനെ കെട്ടിയിട്ട് സഹിക്കാൻ വയ്യാതെ ഇവള് മറ്റേ കുതിര ചാടുന്നണക്ക് ചാടി വേറെ ഏതോ ഒരുത്തൻ്റെ നെഞ്ചത്തോട്ട് പോയി കയറിയതാണ്. അപ്പം ഇവളുടെ ആ കടി തീർക്കാൻ വേണ്ടി നെഞ്ചത്തേക്ക് വരുന്നതിന് നല്ലത് നീ ഇപ്പം പോയിരിക്കുന്നവനുണ്ടല്ലോ, ഹാർപ്പിക് എന്ന് പറയുന്നവൻ, അവനുമായിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പൊക്കോ കേട്ടോ. അതായിരിക്കും നിനക്ക് നല്ലത്. റസൂലുള്ളാഹിയെ കുറിച്ചിട്ടൊക്കെ ഇത്ര വളരെ മോശമായ രീതിയിലൊക്കെ കുറേ നാളായിട്ടുള്ള നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ടില്ല കേട്ടോ. അപ്പം താത്ത മതം വിട്ട മുസ്ലിമാണ് കേട്ടോ, മതം വിട്ട മുസ്ലിം കേട്ടല്ലോ. നിങ്ങൾ പറഞ്ഞേക്കാം. അപ്പം ഇതിനുള്ള മറുപടി നിങ്ങളോട് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.